വേതന സംരക്ഷണ സംവിധാനത്തിലൂടെ തൊഴിലാളികളുടെ ശമ്പളം വിതരണം ചെയ്യുന്നതിന് മാർഗനിർദ്ദേശവുമായി ഒമാൻ തൊഴിൽ മന്ത്രാലയം. സെപ്റ്റംബർ മുതൽ 75% തൊഴിലാളികളുടെയും ശമ്പളം WPS വഴി വിതരണം ചെയ്യണമെന്നാണ് നിർദ്ദേശം. തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞ ഡിസംബറിലാണ് ഒമാനിൽ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം WPS നടപ്പാക്കിയത്. ഇതെല്ലാ കമ്പനികളും തൊഴിലുടമകളും നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് തൊഴിൽ മന്ത്രാലയം. പുതിയ നിർദ്ദേശം അനുസരിച്ച് സെപ്റ്റംബറിലെ ശമ്പളം ഒക്ടോബറിൽ വിതരണം ചെയ്യുന്നത് WPS വഴി ആയിരിക്കണം. സ്ഥാപനത്തിലെ 75% തൊഴിലാളികളുടെയും ശമ്പളം ഇങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത്. പിന്നീട് നവംബറിലെ വേതനം ഡിസംബറിൽ വിതരണം ചെയ്യുമ്പോൾ 90% പേരുടെയും ശമ്പളം WPS വഴി നൽകണം. അതായത് ഡിസംബറോടെ രാജ്യത്തെ 90% തൊഴിലാളികളും WPS സംവിധാനത്തിന് കീഴിലാക്കുകയും ഓരോ മാസത്തെയും ശമ്പളം കൃത്യസമയത്ത് ലഭിക്കുകയും ചെയ്യും. തൊഴിൽ വിപണിയെ ശക്തിപ്പെടുത്താനും തൊഴിലാളികൾക്ക് ശമ്പളം ഉറപ്പാക്കാനും തീരുമാനം സഹായിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. ജീവനക്കാരൻ ശമ്പളത്തിന് അർഹനായതു മുതൽ 3 ദിവസത്തിനുള്ളിൽ അവർക്കുള്ള വേതനം ബാങ്ക് അക്കൗണ്ട് വഴി നൽകണം. പണം ട്രാൻസ്ഫർ ചെയ്ത മാസമല്ല, തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ച മാസമാണ് രേഖപ്പെടുത്തേണ്ടത്. എല്ലാ തൊഴിലാളികൾക്കും സാധുതയുള്ള തൊഴിൽ കരാർ ഉണ്ടായിരിക്കണം. ഇതനുസരിച്ചുള്ള ശമ്പളമാണ് തൊഴിലാളിക്ക് നൽകേണ്ടത്. അലവൻസുകൾ, ഓവർ ടൈം വേതനം അല്ലെങ്കിൽ കിഴിവുകളുണ്ടെങ്കിൽ ഇവ കൃത്യമായി രേഖപ്പെടുത്തണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. WPS വഴി ശമ്പള വിതരണം ചെയ്യാത്ത സ്ഥാപനങ്ങൾക്ക് തൊഴിലാളി ഒന്നിന് 50 റിയാലാണ് പിഴ ചുമത്തുക. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.